ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ട്വിൻസസ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ ഫാമിലി ട്രിപ്പ് പോവാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് എരുമയൂർ ശിവക്ഷേത്രത്തിലായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഒരു തൂക്കുപാലമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ മയിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ സൗണ്ടൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. അത് തൂക്കുപാലമായതുകൊണ്ട് തന്നെ ഇളകുന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ പൊട്ടിപ്പോകുന്ന ഇതൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ അമ്പലത്തിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ കൊല്ലങ്കോട് പോകുന്ന വഴിയിൽ ട്രാക്ടർ യൂസ് ചെയ്തിട്ട് അവർ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് നിലമൊക്കെ ഇങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ കൊക്കും കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയിക്കുന്നത് താമരപ്പാടത്തായിരുന്നു കേട്ടോ. ഇവിടെ എൻട്രി ഫീസ് 30 രൂപയായിരുന്നു. അപ്പോൾ ചില സ്ഥലങ്ങളൊക്കെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വെയിലായതുകൊണ്ട്. പിന്നെ അവിടെ ആർച്ച് പോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ചില സ്ഥലങ്ങളിൽ ഇതുപോലെ പച്ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുടിലടുത്ത് പോകുന്ന വഴിയിൽ ഞങ്ങൾ ടെൻഡർ കോക്കനട്ട് വാട്ടറും കുടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കുടിലടുത്തേക്കായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ എൻട്രി ഫീസ് 30 രൂപയായിരുന്നു. അവിടെ പിന്നെ അതുപോലെ തന്നെ അവിടെ പൂന്തോട്ടം ഉണ്ടായിരുന്നു. 2 കളറുള്ള ചെണ്ടുമല്ലിയായിരുന്നു അവിടെ പൂത്ത് നിന്നിട്ടുണ്ടായിരുന്നത്, ഓറഞ്ചും യെല്ലോവും. അത് കഴിഞ്ഞിട്ട് അവിടെ പിന്നെ ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് കയറി. പിന്നെ ട്രീ ഹൗസും ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു. ഇതിൻ്റെ പേരൊന്നും എന്തായാലും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇത് ചക്രം പോലത്തെ ഒരു സാധനമാണ്. നമുക്കിങ്ങനെ ചവിട്ടാൻ വേണ്ടിയിട്ട് പറ്റും. എന്തായാലും അതിങ്ങനെ ചവിട്ടി കളിക്കാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും ചവിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരുപാട് പൂക്കൾ പൂത്ത് നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കളിക്കാൻ വേണ്ടി നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾ 1-2 വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇതുപോലത്തെ ഒരു വീട് പോലെ സാധനം നമുക്കിങ്ങനെ ഇരിക്കാനായിട്ട് പറ്റും. അപ്പോൾ അവിടെ നിന്നും ഞങ്ങൾ ഇരുന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ പാടത്തിൻ്റെ നടുക്കൊരു കുതിരവണ്ടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നമ്മൾ കയറി കാണാമെന്ന് വിചാരിച്ചു. ഇവിടുത്തെ ഫുഡ് സൂപ്പറായിരുന്നു, വിലയും അതുപോലെ തന്നെ കുറവായിരുന്നു. ഇപ്പോൾ നമ്മളുള്ളത് മുതലമട റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ ഈ പാലക്കാടത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള റെയിൽവേ സ്റ്റേഷനാണ്. നിങ്ങളിത് ഒരുപാട് റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മളും ഇങ്ങോട്ടേക്ക് വന്നതാണ് കേട്ടോ. കാറ്റൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നടക്കാനായിട്ട് നല്ല അടിപൊളിയാണ് കേട്ടോ. ചെറിയൊരു മഴയും പെയ്യുന്നുണ്ട്. അപ്പോൾ ഡേ 1 വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. ഡേ 2 വിശേഷങ്ങളായിട്ട് വരുന്നത് വരെ ടാറ്റാ.